എൻ്റെ പൊന്നു സി എം എ, ഇതെങ്ങനെ സാധിക്കുന്നു? പിണറായി വിജയൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പിണറായി വിജയൻ പറയുന്നത് പിണറായി വിജയൻ വിജയിക്കുമെന്നാണ്. അതായത് 100-ൽ കുറയാത്ത 110 സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും. വരുന്ന എക്സിറ്റ് പൂളുകളൊക്കെ ഫേക്ക് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അത് ഞാനിപ്പോൾ വെച്ച് തരാം. അതിനുശേഷം പൊന്നു മനുഷ്യന്മാരെ, റിപ്പോർട്ടർ ചാനൽ, അതായത് CPM-ൻ്റെ LDF-ൻ്റെ എല്ലാമായ റിപ്പോർട്ടർ ചാനൽ 9 മന്ത്രിമാർ ഉറപ്പായിട്ടും തോൽക്കും. CPM-ൻ്റെ ഗണേഷ് കുമാർ അടങ്ങുന്ന 9 മന്ത്രിമാർ ഉറപ്പായിട്ടും തോൽക്കുമെന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, ഞാനല്ല, റിപ്പോർട്ടർ ചാനലാണ് പറയുന്നത്. കുറെ സഖാക്കൾ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ അൺഫോളോ ചെയ്തു, അരുൺകുമാറെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, അരുൺകുമാർ വൃത്തികെട്ടവനാണ്, അങ്ങനെയാണ് ചില സഖാക്കൾ കമന്റ് ഇടുന്നത്. ആ ഒരു രംഗം കൂടി നിങ്ങൾ കാണണം. നമുക്ക് ആദ്യം പിണറായി വിജയനോട് ജസ്റ്റ് ചോദിച്ചു നോക്കാം, എന്താണ് എക്സിറ്റ് പോളിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം CM. നമസ്കാരം. ഇപ്പോൾ തുടർച്ചയായിട്ട് കേരളത്തിൽ ആദ്യമായി 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡ്, ഒരു മുന്നണിയെ തുടർച്ചയായി 2ാം വട്ടം അധികാരത്തിലേറ്റിയ മുഖ്യമന്ത്രി, 3ാം വട്ടം തുടർ ഭരണം ഉറപ്പാണെന്ന് അങ്ങ് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം? അതിന് കാരണം കേരളത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. നമ്മുടെ നാടും ജനങ്ങളും എന്താണോ ആഗ്രഹിക്കുന്നത് അത് നല്ല നിലയിൽ വിജയിപ്പിച്ചെടുക്കാൻ LDF-നും സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട്. എന്ത് എൻ്റെ പൊന്നു CM, എന്ത് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ പരാജിതനായിട്ടുള്ള ഒരു CM ആണ് നിങ്ങൾ. ഞാൻ നിങ്ങളെ കളിയാക്കുന്നതല്ല, നിങ്ങൾക്ക് വൻ പരാജയമാണ് പൊന്നു CM. കൊറോണ സമയത്ത് പൈസ കട്ടു, വയനാട് ദുരന്തത്തിൽ നിന്ന് പൈസ കട്ടു. എന്തിനു വേണം? നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? കോവിഡ് സമയത്തൊക്കെ പൈസ കക്കാൻ വേണ്ടിയിട്ട് വയനാടിൽ നിങ്ങൾ എന്ത് വെച്ചു കൊടുത്തു? നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ? ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഇവിടെ 2016 കേരളത്തിൻ്റെ അന്തരീക്ഷം എല്ലാ തരത്തിലും തകർന്നു കിടക്കുന്ന ഒരു നാടായിരുന്നു. ആ നാടിനെ ഇനി മാറ്റാനാവില്ല, ഇതിങ്ങനെയായിപ്പോയി എന്ന ചിന്തയിലായിരുന്നു ജനങ്ങളാകെ. LDF-നെ അധികാരത്തിലേറ്റിയത് ഇതിന് മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷയോടുകൂടി ആണ്. ജനങ്ങൾ അർപ്പിച്ച ആ വിശ്വാസം ശരിയായ രീതിയിൽ പാലിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി അന്നത്തെ ദുരവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നു. അത് ദീർഘകാലം എടുത്തു വന്ന മാറ്റമല്ല, ഏതാനും നാളുകൾ കഴിയുമ്പോൾ തന്നെ ഒരു മാറ്റമുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി, അനുഭവപ്പെട്ടു. അവസാനം പറഞ്ഞത് മിസ്റ്റർ പിണറായി വിജയൻ 100% ശരിയാണ്. ഓക്കെ, ജനങ്ങൾക്ക് ഉറപ്പാണ് ഒരു മാറ്റം വരുമെന്ന്. നിങ്ങളും കൂടി മിസ്റ്റർ പിണറായി വിജയൻ, എനിക്ക് പേഴ്സണലി പാർട്ടി LDF-ഓ UDF-ഓ അങ്ങനെ ഒന്നുമില്ല. മിസ്റ്റർ പിണറായി വിജയന് അതായത് ഞാൻ പേഴ്സണലി തെറ്റിനെ ഞാൻ വിമർശിക്കും. ഇവിടെ പിണറായി വിജയൻ കാണിക്കുന്ന ദുർബലമായ ഭരണം കാരണം പിണറായി വിജയ, ഞങ്ങൾ ഓരോരുത്തരും ഭരണം മാറണമെന്ന് ആഗ്രഹിച്ചു. അത് നിങ്ങൾ തുറന്നു പറഞ്ഞു, അത് തന്നെയാണ് ശരി. നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, റിപ്പോർട്ടർ ചാനൽ തന്നെ പറയുന്ന നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം. ഞാൻ അതിൻ്റെ വീഡിയോ വെക്കുന്നില്ല. റിപ്പോർട്ടർ പ്രഖ്യാപിച്ച 9 മന്ത്രിമാരാണ്. ഈ 9 മന്ത്രിമാരും തോൽക്കാൻ ഏറെ സാധ്യത എന്നാണ് അരുൺകുമാർ പറയുന്നത്. ഈ പറയുന്ന V ശിവൻകുട്ടി മുതൽ MV രാജേഷ് വരെ, അതായത് ഞങ്ങളുടെ എല്ലാമാണ് റിപ്പോർട്ടർ ചാനൽ എന്നാണ് ചില സഖാക്കൾ വിചാരിച്ചത്. ആ സഖാക്കൾക്ക് 8ന്റെ പണി ഈ പറയുന്ന അരുൺകുമാറും സംഘവും കൊടുത്തു എന്നാണ്. അതല്ല, ഞാൻ സഖാക്കളുടെ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ അരുൺകുമാറിനെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. അരുൺകുമാർ വൃത്തികെട്ട മാധ്യമ പ്രവർത്തകനാണ്, പക്ക ഫേക്ക് ആയിട്ടുള്ള വാർത്ത കൊടുക്കുന്നവനാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ അരുൺകുമാറിന്റെ ഭാഗമാണ് ശരി. അരുൺകുമാറിന് നല്ല ഇൻഫർമേഷൻ കിട്ടി, അരുൺകുമാർ കൊടുത്തു. ഇല്ല, നാളെ 9 മന്ത്രിമാർ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് 8-1 പൊട്ടിയാൽ അരുൺകുമാറിന്റെ കിളുപറ്റിയാൽ ഇല്ലാതാവുന്നത്. ഇത് രാഹുൽ മാങ്കൂടത്തിലിനെ കുടിക്കതുപോലെ ഈ ഒരു കേസ് ഒരിക്കലും ശരിയാവത്തില്ല.
അപ്പോൾ പൊന്നു മനുഷ്യന്മാരെ, അടുത്ത ഒരു വീഡിയോസിൽ നമ്മൾ കടക്കാം. അതായത് മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുത്തത് അരുൺകുമാറിന്, റിപ്പോർട്ടറിൻ്റെ അരുൺകുമാർ നല്ലോണം കൊണ്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം. അതിനു മുമ്പ് ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. എന്ത് അടിപൊളി പെൺകുട്ടിയല്ലേ ഈ പെൺകുട്ടി. സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അതായത് ജോലി MDMA ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടുന്നു. മിസ്റ്റർ പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, 10 വർഷം കേരളം നിങ്ങൾ ഭരിച്ചു. എന്തുകൊണ്ടാണ് ഒരു MDMA കിട്ടിക്കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ ശിക്ഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ. ഇതിപ്പോൾ 50 ഗ്രാം MDMA ഏതെങ്കിലും ഒരു കാറിൽ നിന്ന് കിട്ടിയാൽ കാറ് പോകുന്നുണ്ട്, അവൻ 2 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും MDMA കച്ചവടം. ഇതൊരു വലാക്കിൻ്റെ ഭയങ്കര ലാഭത്തിൻ്റെ കച്ചവടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ ഇത് എന്തിന് യൂസ് ചെയ്യുന്നുവല്ലേ MDMA? 2 കാരണത്തിനാണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. ഒന്ന്, ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സമയം കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് MDMA യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല ഈ MDMA അടിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തലക്ക് കയറുന്നുണ്ട്, പഠിപ്പ് പെട്ടെന്ന് കയറുന്നുണ്ട് എന്നാണ്. ഇത് ഞാൻ MDMAക്ക് നല്ല അഡിക്റ്റായിട്ടുള്ള ഒരു ചങ്ങായിൻ്റെ ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അവൻ തന്നെയാണ് തുറന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ജ്യൂസിൽ കലർത്തിയിട്ടൊക്കെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെയാണ് MDMA എല്ലാവരും എല്ലാവരും നല്ല വൃത്തികെട്ട തെമ്മാടികൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വയനാട്ടിൽ നമ്മുടെ മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുത്തത് ചിലർക്ക് കുരു പൊട്ടിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ദൃശ്യം നിങ്ങളൊന്ന് കാണണം. ഓക്കെ, ആ വീടുകളുടെ ദൃശ്യം കാണുമ്പോഴേ വില്ല പ്രൊജക്റ്റ് പോലെയുള്ള ഒരു ഫീലാണ് കിട്ടിയത്. നല്ല പ്രൊഫഷണൽ മികവോടുകൂടിയാണ് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ അടുത്ത കാലത്ത് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. എത്ര വേഗമാണിത് സാധ്യമായത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി? 5 മാസമല്ലേ ഭൂമി ഏറ്റെടുത്ത്? അതെ, വളരെ വേഗം തന്നെ തീർക്കുക എന്നുള്ളത് നിശ്ചയദാർഢ്യമായിരുന്നു. പാർട്ടിയും അതുപോലെ തന്നെ തങ്ങളും ഒക്കെ അതൊരു പേഴ്സണലായി തന്നെ തങ്ങളും പാർട്ടിയും അതൊരു പ്രസ്റ്റീജായി ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. കാരണം അവര് നമ്മളെ വിശ്വാസം അർപ്പിച്ച് സർക്കാർ ലിസ്റ്റിൽ നിന്ന് നമ്മളെ കൂടെ വന്ന ആളുകള് അവര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ ആദ്യം എടുത്തത്. അതുകൊണ്ടാണ് ഒന്നിനും ഒരു കുറവും വരുത്താതെ പൂർത്തിയാക്കുക. ഏറ്റവും നല്ല ആർക്കിടെക്ട്, ഏറ്റവും നല്ല കോൺട്രാക്ട്, ടോണി അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാണ്. നിർമ്മാൺ കമ്പനി അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ മലബാർ ടെക് അറിയപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ പ്രൊഫഷണലായ ആളുകളെ മാത്രം വെച്ച് പ്രൊഫഷണലായി തന്നെ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് ഒന്നിനൊരു കുറവും വരുത്താതെ പകുതിയോളം വീടുകൾ ഇപ്പോൾ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ പിണറായി വിജയൻ, കേരളം ഭരിക്കുന്നത് നിങ്ങളാണ്, ഖജനാവ് നിങ്ങളുടെ കയ്യിലാണ്, വയനാട്ടിലെ പൈസ പിരിച്ചത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്തു? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ചെറിയൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി പുതുപുത്തൻ 50 വീട് വെച്ചിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാണമുണ്ടോ? സ്വന്തം സർക്കാർ നിങ്ങളെ കയ്യിലാണ്, 10 വർഷം നിങ്ങൾ ഭരിച്ചു. എന്ത് കൊടുത്തു നിങ്ങൾ? നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണമെന്ന് മിസ്റ്റർ പിണറായി വിജയനോട് ഞാൻ പറയുന്നില്ല. മിസ്റ്റർ പിണറായി വിജയന് നിങ്ങൾ ഇലക്ഷൻ്റെ സമയത്ത് കോടാനുകോടി, ആയിരക്കണക്കിന് കോടി രൂപ പിണറായി വിജയൻ്റെ പോസ്റ്റർ ഒട്ടിക്കാനും വോട്ട് ചോദിക്കാനും ഒക്കെ നിങ്ങൾ കൊടുത്തല്ലോ. അതിൻ്റെ ചെറിയൊരംശം 1000 കോടിയിൽ നിന്ന് ഒരൊറ്റ കോടി മാറ്റി വെച്ചെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു മിനിമം ഒരു 25 വീടങ്ങൾ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളതിന് മുതിരാത്തത്? നിങ്ങൾക്ക് നാണമുണ്ടോ? ഇത്രയും ചെറിയൊരു പാർട്ടി ആയിട്ടുള്ള മുസ്ലിം ലീഗ് ഇത്ര വലിയൊരു പുണ്യപ്രവർത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തൂടെ? കോൺഗ്രസിൻ്റെ കാര്യം പറയാം. കോൺഗ്രസ് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, വീട് പണി തുടങ്ങുന്നുണ്ട്. കോൺഗ്രസിൻ്റെ കയ്യിൽ ഭരണമൊന്നുമില്ല. ചിലർ പറയുന്നുണ്ട് കോൺഗ്രസ് എന്തുകൊണ്ട് വീട് വെച്ച് കൊടുക്കുന്നില്ല. നാണമുണ്ട് അങ്ങനെ ചോദിക്കുന്നവർ? 10 വർഷം ഭരിക്കുന്ന പിണറായി വിജയൻ വീട് വെച്ച് കൊടുക്കാത്ത കാലം ഈ പറയുന്ന കോൺഗ്രസ് എവിടെ നിന്നാണ് കൊടുക്കേണ്ടത്? കോൺഗ്രസ് സ്ഥലങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കൊടുക്കുമെന്നാണ്. പണി തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്. ഇവറ്റകൾ അങ്ങനെയാണ്. സർക്കാർ ഏറ്റവും ആദ്യം വീട് വെച്ച് കൊടുക്കേണ്ടത് പിണറായി വിജയനായിരുന്നു. ആ പിണറായി വിജയൻ തെമ്മാടിത്തരവും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇത് വിളിച്ച് പറയുക തന്നെ ചെയ്യും. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇൻ്റർവ്യൂലൊക്കെ പറയുന്നത് നിങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ്. നിങ്ങൾ 100-ൽ 101% എഴുതി വെച്ചോളം മിസ്റ്റർ പിണറായി വിജയൻ, ഉറപ്പായിട്ടും നിങ്ങൾ അധികാരത്തിൽ വരത്തില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.